Hello guys, welcome back to our channel Foodart ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഉഴുന്ന് കുതിർത്ത് വെക്കണം. 1.5 കപ്പ് ഉഴുന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ 2 മണിക്കൂറോളം കുതിർത്ത് വെക്കാം. 2 മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായി ഒന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ ഉരുളിട്ട് നോക്കാം. അപ്പം പൊങ്ങി വരികയാണെങ്കിൽ കൺസിസ്റ്റൻസി ശരിയായെന്നാണ് അർത്ഥം. ഒരു 5-6 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 മുളകും ഇട്ട് കൊടുക്കാം. ഉഴുന്നുവട പൊരിക്കാൻ നോക്കുന്നത് കുറച്ച് മുന്നേ മാത്രമേ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഉഴുന്നുവട നന്നായി കിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. ഇതൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ശേഷം ഉഴുന്നുവട ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കണം. ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കൈ നല്ലോണം മുക്കിയിട്ട് വേണം ഉരുള ഉണ്ടാക്കിയെടുക്കാൻ. ഒരു വിരൽ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് സെൻട്രലായിട്ട് ഹോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല. ഒരു സൈഡ് നന്നായി പൊരിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. പുറം നല്ല ക്രിസ്പും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching. Do share, like and subscribe. Bye bye. Love you all.